അമ്മേ, ബാത്റൂം എവിടാ? അങ്ങ് പുറകില. അങ്ങ് നടന്നു ചെല്ലുമ്പോൾ കാണാം. ആ. അമ്മേ, ഇതിൻ്റെ കതക് പോയിരിക്കുവാണല്ലോ. ഇവിടെ എങ്ങനെയാ കുളിക്കുന്നേ? അതെ, അകത്തോട്ട് കയറിയിട്ട് ആ കതക് ചാരി വെച്ചാൽ മതി. ഞങ്ങൾ അങ്ങനെയാ ചെയ്യുന്നേ. ഇപ്പം എന്ത് ചെയ്യാനാ? കതകൊക്കെ പിടിപ്പിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുള്ള കാശൊക്കെ ഒത്തുവരണ്ടേ? ഓരോ ആമ്പിള്ളേരുടെ പുറകെയൊക്കെ ഇറങ്ങിപ്പോന്നപ്പം ഇതൊന്നും ഓർത്തില്ലല്ലേ? അവൻ്റെ കുടുംബത്തെക്കുറിച്ചെല്ലാം ഒന്ന് അറിഞ്ഞിരിക്കണ്ടായിരുന്നോ? ആ, അതിനൊക്കെ എവിടാ സമയമല്ലേ? മോടെ വീട്ടിലെ പോലെ വലിയ വീടോ കാറോ AC-യോ അറ്റാച്ച്ഡ് ബാത്റൂമോ ഒന്നുമില്ല ഇവിടെ. പിന്നെ എല്ലാം പൊരുത്തപ്പെട്ടങ്ങ് ജീവിക്കേണ്ടി വരും. വലിയ വീട്ടിൽ എല്ലാ സുഖത്തോടും കൂടി ജീവിച്ചിരുന്ന പെങ്കൊച്ചായിരുന്നു. എന്തു ചെയ്യാനാ? ഇനി ഈ കുടിൽ ജീവിക്കാനായിരിക്കും അതിൻ്റെ യോഗം. അമ്മേ, ഈ തുണിയൊക്കെ ഇട്ട് വയ്ക്കുന്ന ബാസ്ക്കറ്റ് എവിടാ? അയ്യോ, ഇവിടെ അങ്ങനെ തുണി ബക്കറ്റിലിട്ട് സൂക്ഷിക്കാറൊന്നുമില്ല. അപ്പം അങ്ങ് കഴുകിയിടൂ. വാഷിംഗ് മെഷീൻ എവിടാ അമ്മ? ദാ ആ കല്ല് കണ്ടില്ലേ? ആ കല്ലിലാണ് ഞാൻ തുണി കഴുകാറ്. നന്നായിട്ട് വെളുക്കും തുണിയൊക്കെ. അതിലിട്ടങ്ങ് കഴുകിയാൽ മതി. പിന്നെ മോള് പറഞ്ഞ പോലെ എന്നാ? മെഷീനും വാഷിംഗ് ഒന്നും ഇവിടെ ഇല്ല. ആ, എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? തുണി കല്ലേ കഴുകിയൊന്നും ശീലയില്ലല്ലേ? സാരമില്ല, പതുക്കെ അങ്ങ് ശീലമായിക്കോളൂ. മോള് കഴിക്ക്. ആ, ഞങ്ങളിവിടെ ഒരു കൂട്ടാനൊക്കെ വെക്കാറുള്ളൂ കേട്ടോ. ചിലപ്പോൾ അതും ഉണ്ടാകാറില്ല. പിന്നെ കഞ്ഞിയും പച്ചമുളകും കടിച്ചങ്ങ് കഴിക്കും. ചോറ് ഒട്ടണല്ലോ അമ്മ. അത് മോളെ, ഞങ്ങൾ റേഷനരിയാണ് ഇവിടെ വാങ്ങുന്നത്. റേഷനരിക്കാണെങ്കിൽ വലിയ വേവൊന്നും ഇല്ലല്ലോ. അത് കണ്ണൊന്ന് തെറ്റിയാൽ പിന്നെ അതങ്ങ് വെന്തു പോവും. ആ, ഇപ്പോൾ കുറച്ച് വെന്തിട്ടുണ്ട്. മോക്ക് നല്ലരിയൊക്കെ കഴിച്ചല്ലേ ശീലമുള്ളൂ, അതാ. മോക്ക് ഞങ്ങളുടെ ഫുഡൊന്നും ഇഷ്ടാവുന്നുണ്ടാവില്ല അല്ലേ? ഞാൻ എന്നും പണിക്ക് പോവും. പണിക്ക് പോയി കൊണ്ടുവരുന്ന കൊണ്ടാ ഇതെങ്കിൽ ഇതുണ്ടാക്കുന്നത്. അല്ലാതെ നിന്നെ ഇവിടെ കെട്ടിക്കൊണ്ട് ഒളിച്ചോടി കൊണ്ടുവന്നവനില്ലേ, അവൻ ഇവിടുത്തെ ഒരു കാര്യങ്ങളും ശ്രദ്ധിക്കാറില്ല. 1 രൂപ ഇങ്ങോട്ടത്തേക്ക് തരാറുമില്ല. അവന് കുടിച്ചു നടക്കാൻ മാത്രമേ നേരമുള്ളൂ. അരുൺ കുടിക്കുമോ? കുടിക്കുമോന്നോ? നല്ല ആളാ. രാത്രിയാകുമ്പോൾ 4 കാലയിലാണ് വരുന്നത്. ഞാനിവിടെ സ്ഥിരം 1 കുടം വെള്ളം വെച്ചേക്കും. തല വഴി അങ്ങ് കമത്തിയിട്ടേ അകത്തോട്ട് കയറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമുക്കിവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. ചീത്തവിളിയും ബഹളവും ഉപദ്രവവും എല്ലാം ഉണ്ട്. എനിക്കിത് കഴിക്കാൻ പറ്റുന്നില്ലമ്മ. ആ, വേണ്ടെങ്കിൽ മോൾ എണീറ്റോ. അമ്മ, ഇവിടെ ഒരു മുറിയല്ലേ ഉള്ളൂ. അപ്പം എവിടാ ഈ കിടക്കുകയൊക്കെ ചെയ്യുന്നേ? അതേ മോളെ, ഇവിടെ ഒറ്റ മുറിയല്ലേ ഉള്ളൂ. അവിടെ തന്നെ കിടക്കുകയും പാചകം ചെയ്യുന്നതുമെല്ലാം. ഇതിപ്പോൾ ഞാൻ അറിഞ്ഞില്ലല്ലോ അവനൊരു പെണ്ണിനെ വിളിച്ചിറക്കിക്കൊണ്ട് വരുന്നെന്ന്. അവനൊന്നും പറഞ്ഞതുമില്ല. അല്ലെങ്കിലും ഒന്നും ചെയ്യാൻ എൻ്റെ കാശുമില്ല. മോളെ, അവൻ വിളിച്ചായിരുന്നോടി? ഫോൺ എടുക്കുന്നില്ലമ്മ. അതാ മോളെ അവൻ്റെ കുഴപ്പം. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ പിന്നെ കൂട്ടുകാരുടെ കൂടെ കുടിച്ചു മറിഞ്ഞിട്ടേ പിന്നെ അവൻ തിരിച്ചു വരത്തുള്ളൂ. അതും ഏത് സമയത്താണ് വരുന്നതെന്ന് കൂടി പറയാൻ പറ്റത്തില്ല. പിന്നെ മോളിവിടെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നേരത്തെ വരുമായിരിക്കും. ആ, അറിയാൻ പാടില്ല. അവൻ്റെ കാര്യമല്ലേ, ഒന്നിനും ഒരു ഉറപ്പുമില്ല. ആ മോളെ, അമ്മയൊന്ന് അപ്പുറത്തെ വീട് വരെ പോയിട്ട് വരാം. ഒരു 100 രൂപ കിട്ടുമോ നോക്കട്ടെ. കുറച്ച് മീൻ മേടിക്കാമെന്ന് ഓർത്താ. മോള് ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ലല്ലോ. വൈകിട്ട് ഇച്ചിരി മീൻ അമ്മ വെച്ച് തരാം. അരുൺ എന്നാലും എന്നെ ചതിച്ചല്ലോ. ഹലോ പപ്പേ. എന്താണ്?
സോറി പപ്പേ, എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ വീട്ടിലോട്ട് വന്നോട്ടെ? എന്തു പറ്റിയെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. മോളെന്തായാലും ലൊക്കേഷൻ ഇട്ടതാ, പപ്പ വന്ന് മോളെ കൂട്ടാം. മോളിതെവിടെ പോണ് ബാഗ് ഇട്ട്? അമ്മേ, ഞാൻ പോവാ. എൻ്റെ വിവരക്കേട് കൊണ്ടാ ഞാൻ ഇറങ്ങിപ്പോന്നത്. ആരെയും ഞാൻ ഓർത്തില്ല. എൻ്റെ പപ്പയും മമ്മിയും ആരെയും ഓർത്തില്ല. എനിക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനും കഴിയില്ല. ഞാൻ പോവാ അമ്മ. അല്ലെങ്കിലും വലിയ വീട്ടിലൊക്കെ താമസിച്ചിരുന്ന മോൾക്ക് എങ്ങനെയാ ഇവിടെ താമസിക്കാൻ പറ്റുക? ഇത് ഞാൻ എങ്ങനെ മോളോട് പറയുമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. എന്തായാലും മോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് നന്നായി. എൻ്റെ മോൻ്റെ കൂടെ ജീവിച്ച മോൾക്ക് സങ്കടം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് മോള് പൊക്കോ.